മത്സ്യം ടി. പി. രാജീവൻ. കവിതയുടെ ആശയം: സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ ജീവിതമാണ് മണൽത്തിരയോളം പോന്നൊരു മത്സ്യത്തിന്റെ ജീവിതത്തിലൂടെ ടി. രാജീവൻ അവതരിപ്പിക്കുന്നത്. വിശാലമായ കടലിൽ കടൽത്തിരയോട് അത് ഒറ്റയ്ക്ക് പൊരുതുകയാണ്. തുല്യശക്തികൾ തമ്മിലുള്ള മത്സരമല്ലിത്. എന്നിട്ടും പ്രതിസന്ധികളെ മറികടക്കാൻ തന്റെ ശാരീരിക പരിമിതികളെ ഒരു സാധ്യതയാക്കി മാറ്റുകയാണ് മത്സ്യം. ഒരു തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും മത്സ്യത്തിന്റെ ചെറുത്തുനിൽപ്പിനെ തടുക്കാനായില്ല. മത്സ്യത്തെ തോൽപ്പിക്കാൻ വലക്കണ്ണികളും ചൂണ്ടക്കൊളുത്തുകളും മൂർച്ചയുള്ള കത്തികളും തയ്യാറാക്കി. പക്ഷേ വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാൻ കഴിഞ്ഞില്ല. ചൂണ്ടക്കൊളുത്തുകൾക്ക് അവന്റെ മെയ്വഴക്കത്തെ തോൽപ്പിക്കാനും സാധിച്ചില്ല. കത്തികളുടെ വായ്ത്തലകൾക്ക് അവന്റെ വേഗം കിട്ടിയില്ല. പരുന്തിൻ കണ്ണുകൾക്ക് അവനെ കോർത്തെടുക്കാനോ ഉപ്പുപാടങ്ങൾക്ക് ഉണക്കിയെടുക്കാനോ കഴിഞ്ഞില്ല. ഐസ് കട്ടകൾക്ക് അവനെ മരവിപ്പിക്കാനായില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവന്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. സ്വയം ചെറുതായും വളഞ്ഞും വേഗം കൂട്ടിയും അത് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഒരു കഥയിലെയും കഥാപാത്രമായി മരവിച്ച് കാലങ്ങളോളം ഇരുന്നില്ല. ഒരു കണ്ണാടിക്കൂട്ടിലും കാഴ്ചവസ്തുവായി മാറാൻ അവൻ നിന്നുകൊടുത്തില്ല. ഒരു ചന്തയിലും വിൽപ്പനാവസ്തുവുമായില്ല. പ്രതിസന്ധികൾ നിറഞ്ഞ കടലിന്റെ ഭ്രാന്തുപിടിച്ച രക്തത്തിൽ അലിഞ്ഞുതീരാതെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ മത്സ്യം അതിനെതിരായി നീന്തിക്കൊണ്ടിരുന്നു. എന്നാൽ മുന്നിലെ തടസ്സങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയുള്ള പ്രയാണത്തിൽ പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അവൻ അറിഞ്ഞില്ല. മത്സ്യത്തിന്റെ ആവാസവ്യവസ്ഥ തന്നെ അതിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ആരാലും കീഴടക്കപ്പെടാതിരിക്കാൻ സ്വാതന്ത്ര്യദാഹിയായ മത്സ്യം ശ്രമിക്കുന്നു. രാഷ്ട്രീയത്തിനും മതത്തിനും വിപണികൾക്കുമൊന്നും പിടികൊടുക്കാതെ സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണ് മത്സ്യം. കടൽ എന്നത് എല്ലാ അനുഭവങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും അടയാളമാണ്. ഏതൊരുവനെയും കീഴടക്കാൻ ആ കടൽ വേഗത്തിൽ പിന്തുടരുന്നു. സ്വാതന്ത്ര്യം പണയം വെച്ച് എന്തും കരസ്ഥമാക്കുന്നവരുടെ ഇടയിൽ സ്വാതന്ത്ര്യദാഹിയായ മനുഷ്യൻ വേറിട്ടവനായി മാറുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.